ഹലോ എല്ലാവർക്കും CG മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വോയിസ് മീറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വോയിസ് മീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിൻഡോസിൽ തന്നെ നിങ്ങൾക്ക് വോയിസ് മോഡുലേഷൻ ചെയ്ത് റെക്കോർഡിങ്ങോ ലൈവ് സ്ട്രീമിങ്ങോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആംപ്ലിഫിക്കേഷനൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ വോയിസ് മീറ്ററിൻ്റെ സൈറ്റ് ഞാനിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോവുക, പോയിട്ട് വോയിസ് മീറ്റർ നോക്കുക. അതിനകത്ത് ലൈസൻസ് വരുന്നുണ്ട്. അത് ഫ്രീ ഫോർ ഓൾ ആണ്. അപ്പോൾ നിങ്ങൾ കൊമേഴ്ഷ്യൽ യൂസിനും യൂസ് ചെയ്യാം. പക്ഷേ അവർ പറയുന്നത് നിങ്ങൾ ഡൊണേഷൻ നൽകുകയാണെങ്കിൽ അവർക്കത് നല്ലൊരു ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളാൽ കഴിയുന്ന വിധം ഡൊണേഷൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നേരെ ചെല്ലുക, വോയിസ് മീറ്റർ exe ഫയൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ആകത്തില്ല. അതിനെ സേവ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡ് അനുസരിച്ചിട്ടും ഒരു സെർവർ സ്പീഡ് അനുസരിച്ചിട്ടും ഒരല്പസമയം, വളരെ ചെറിയൊരു പ്രോഗ്രാമാണ്. 10 MB 11 MB വരത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്ത ഓപ്ഷൻസൊക്കെ ഉണ്ട്. വോയിസ് മീറ്റർ പൊട്ടാറ്റോ അങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അതിനെ പിടിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം, നേരെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത വോയിസ് മീറ്റർ സെറ്റപ്പിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. പിന്നെ മറ്റ് ഓപ്ഷൻസോ മറ്റ് സെറ്റിങ്സോ യാതൊന്നും തരത്തില്ല. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക സിസ്റ്റം. അപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നേരെ പോയിട്ട് നമ്മുടെ സ്റ്റാർട്ട് മെനുവിൽ പോവുക. അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് മീറ്റർ അവിടെ സ്റ്റാർട്ട് മെനുവിൽ ഇൻസ്റ്റാൾ ആയി കാണും. അപ്പോൾ നിങ്ങളുടെ വിൻഡോസ് വെർഷൻ അനുസരിച്ച് ഇതിനെ ഫൈൻഡ് ചെയ്യുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വോയിസ് മീറ്റർ വിൻഡോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, ഒന്ന് എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാർഡ്വെയർ ഔട്ട്, സെലക്ട് മെയിൻ ഔട്ട്, സെലക്ട് ഇൻപുട്ട്, അങ്ങനെ കുറച്ച് വിൻഡോസ് കാണും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫോൾട്ട് വിൻഡോ. അതിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് A1 ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്പീക്കർ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന WDM സ്പീക്കറാണ്. അത് വിൻഡോസ് ഡിവൈസ് മാനേജർ വഴിയായിട്ടുള്ള സ്പീക്കറാണ്. ഇപ്പോൾ 2-3 ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ A1 A2 സ്പീക്കർ തന്നെ കൊടുക്കുക. അത് നമുക്ക് അതിനെക്കുറിച്ചുള്ള എന്തൊക്കെയാണ് പിന്നെ പറയാം. പിന്നെ ഹാർഡ്വെയർ ഇൻപുട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ WDM ഇൻ്റർഫേസായിട്ട് ഹാർഡ്വെയർ ഇൻപുട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി തന്നെ കുറച്ച് റെക്കോർഡ് ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഞാനിപ്പോൾ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുന്നില്ല. ഈ വോയിസ് ഞാൻ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നേരെ പോവുക, നമ്മുടെ സൗണ്ട് കൺട്രോൾ പാനൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ സൗണ്ട് സെറ്റിങ്സ് കൊടുക്കുക. അത് വിൻഡോസ് 10 ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതിന് നേരെ സൗണ്ട് കൺട്രോൾ പാനലിൽ പോവുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡിഫോൾട്ടായിട്ട് സ്പീക്കർ ആയിരിക്കും കിടക്കുന്നത്. അതിന് വോയിസ് മീറ്റർ ഇൻപുട്ട് സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റ് ഡിഫോൾട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റെക്കോർഡിംഗ് സെലക്ട് ചെയ്യുക. മൈക്രോഫോൺ മാറ്റിയിട്ട് വോയിസ് മീറ്റർ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക. സെറ്റ് ഡിഫോൾട്ട് കൊടുക്കുക. പ്രസ് OK കൊടുക്കുക. അപ്പോൾ വോയിസ് മീറ്റർ നമുക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ച് പറയാം. വോയിസ് മീറ്ററിൻ്റെ ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഭാഗത്ത് നിങ്ങൾ കേട്ട വോയിസ് ഞാൻ സെപ്പറേറ്റായിട്ട് റെക്കോർഡ് ചെയ്തതാണ്. കാരണം ആ സമയത്ത് എനിക്ക് വോയിസ് സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സെറ്റിങ്സ് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് റെക്കോർഡിങ്ങിനെ ബാധിക്കും. ഇപ്പം ഞാൻ ആകെ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് എൻ്റെ മൈക്ക്, അതായത് ഇതിൽ ഡിഫോൾട്ട് ലാപ്ടോപ്പ് മൈക്ക് മാറ്റിയിട്ട് ഞാൻ USB മൈക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിലെ വ്യത്യാസം. ബാക്കി സെറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഇത് ബട്ടൺ, ഈ റെക്കോർഡിങ് ചെയ്യുന്ന ഏത് ഹാർഡ്വെയർ ഇൻപുട്ട് ഏതാണോ അതിൽ 2 ബട്ടൺ മിക്കവാറും Aയും Bയും ഇങ്ങനെ സെലക്ട് ആയിട്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്കോ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ബട്ടൺ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വോയിസ് സ്പീക്കർ വഴിയിട്ട് ഔട്ട്പുട്ട് വരും. നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അനോയൻസ് ആയിരിക്കും. കാരണം അത് മൈക്രോഫോൺ ഓൾറെഡി ക്യാപ്ചർ ചെയ്തെടുക്കും. കാരണം എന്ന് പറയുന്നത് ഈ ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ്, A1 A2 എന്ന് പറയുന്ന ഹാർഡ്വെയർ ഔട്ടിനെയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ മൈക്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്പീക്കറിലോട്ട് പോകും. അപ്പം നമുക്ക് സ്വന്തം വോയിസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രശ്നം വരത്തില്ല. അത് ഈ മൈക്കിലോട്ട് ക്യാപ്ചർ ചെയ്യത്തില്ല. പക്ഷേ നിങ്ങളുടെ സ്പീക്കർ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ അത് എക്കോ ആയിട്ട് കേൾക്കും. അതൊരു അനോയൻസ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇതിൽ ഒരേ സമയം 2 ഹാർഡ്വെയർ ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത് നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇതിപ്പോൾ ഞാൻ 2 മൈക്രോഫോൺ സെലക്ട് ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് ലാപ്ടോപ്പ് മൈക്രോഫോണും USB മൈക്രോഫോണും. ഇതിനകത്ത് WDM MME ഉണ്ട്. MME നിങ്ങൾക്ക് ഇതിൽ ഏത് ചൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കുക, ഏതാണ് സ്യൂട്ടബിളായിട്ടിരിക്കുന്നത്. ക്ലിയർ വോയിസ് കിട്ടുന്നത് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഹാർഡ്വെയർ വിൻഡോസ് ഡിവൈസ് മാനേജർ വഴിയിട്ട് പോകുന്നതാണ്. ഇത് MME ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മൈക്രോസോഫ്റ്റ് അങ്ങനെ എന്തോ ഒരു സംഭവം, ഒരു ഡ്രൈവർ വ്യത്യാസത്തിൽ ചെറിയ വേരിയേഷൻസ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഔട്ടിലും അതേ സംഭവങ്ങൾ സെലക്ട് ചെയ്യാം. പിന്നീട് ഇതൊരു KS എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം, അത് K-Lite സ്റ്റുഡിയോ എന്ന് ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടിട്ടാണെന്നാണ് എൻ്റെ ഊഹം.
കെയിലൈറ്റ് കോഡൊക്കെ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ ഡിഫോൾട്ട് WDM MME ആണ് വരുന്നത്. അപ്പോൾ WDM എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് WDM ആണ്. പിന്നീട് അതിലിപ്പം ഈ വിൻഡോയെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം. ഇതിൽ നമ്മൾ ഓൾറെഡി ബി ബട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ബട്ടണാണ്. അതായത് നമ്മുടെ മൈക്കിൻ്റെ ബട്ടണാണ് ബി ബട്ടണായിട്ട് പറയുന്നത്. അപ്പോൾ അത് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ ഒരേ സമയം 2 ഹാർഡ്വെയർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 2 മൈക്രോഫോൺ നിങ്ങളുടെ ലാപ്ടോപ്പ് മൈക്രോഫോണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് USB മൈക്രോഫോൺ തന്നെ 2 മൈക്രോഫോണുണ്ട്, അല്ലെങ്കിൽ അടുത്ത വേറൊരു പിൻ മൈക്രോഫോണോ ഹെഡ്ഫോൺ മൈക്രോഫോണോ ഒക്കെ ഉപയോഗിച്ച് ബ്ലൂടൂത്ത് മൈക്രോഫോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരേ സമയം 3-4 ഡിവൈസൊക്കെ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ വോയിസ് മീറ്ററിൻ്റെ ഈ വെർഷനിൽ നമുക്ക് ഇപ്പോൾ 2 മൈക്രോഫോൺ വരെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സ് വേണമെങ്കിൽ വോയിസ് മീറ്റർ ബനാന, പൊട്ടാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് 3 മുതൽ 5, 7 വരെയൊക്കെ ഡിവൈസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം സെലക്ട് ചെയ്യാനുള്ളത്, അപ്പം ഞാൻ ഈ ബട്ടൺസിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഇവിടെ ഇത് ഇത്രയും കവർ ചെയ്തു. ഇനി അടുത്ത് വിർച്വൽ ഇൻപുട്ട് VB-Audio VoiceMeeter വയർ എന്നുള്ള ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസിൽ പ്ലേ ചെയ്യുന്ന സൗണ്ടുകളാണ്. അപ്പോൾ അതായത് ഇപ്പം B എന്നുള്ളത് ഞാനിവിടെ ഓൺ ചെയ്തിട്ടിരിക്കുന്നത് കാരണം സെയിം തന്നെയാണ് നിങ്ങൾക്ക് എന്ത് വിൻഡോസിൽ പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഈ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പ്ലേ ചെയ്യുന്ന സംഭവങ്ങൾ ഇതുവഴി കേൾക്കാനുള്ളതാണ് ഈ വിർച്വൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് Aയും Bയും സെലക്റ്റഡ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് നിങ്ങൾ പ്ലേ ചെയ്യുന്ന സംഭവത്തിൻ്റെ വോയിസ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കേൾക്കണമെങ്കിൽ മാത്രം ഓൺ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് B ചാനൽ വഴിയിട്ട് തന്നെ ആകുമ്പോഴത്തേക്ക് അത് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ വോയിസ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വോയിസ് മീറ്ററിൻ്റെ ഈ വെർഷനകത്ത് വോയിസ് ഡയറക്റ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് നിങ്ങൾ ഏതെങ്കിലും എക്സ്റ്റേണൽ പ്രോഗ്രാം വഴി ക്യാപ്ചർ ചെയ്യണം. ഇപ്പോൾ വോയിസ് മീറ്റർ ബനാനയിലാണെങ്കിൽ ഇതിനകത്തൊരു ക്യാപ്ചർ വിൻഡോയും കൂടെ തരും. അപ്പോൾ ഇതിനകത്ത് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ബട്ടൺസാണ്. ഈ മ്യൂട്ട് ബട്ടൺ ആണ് ഈ കറസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ചാനൽ നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സംസാരം വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ പാട്ടിനെ നമുക്ക് മ്യൂട്ട് ചെയ്യാം, അതങ്ങനെ വരും. പിന്നെ അടുത്ത ബട്ടൺ എന്ന് പറയുന്നത് സോളോ ബട്ടൺ. അതായത് ഈ 3 ചാനലും ഒരുമിച്ച് നമ്മൾ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ മാത്രം വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം ക്യാപ്ചർ ചെയ്യും. പിന്നെ മോണോ ചാനൽ അത് നമുക്ക് സ്റ്റീരിയോ ആയിട്ടോ മോണോ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം. പിന്നീടുള്ളത് ഈ വിൻഡോയാണ്, ഇൻ്റലിപ്പാൻ വിൻഡോ, പിന്നെ ഓഡിബിലിറ്റി എന്നുള്ള വിൻഡോ. ഇതിൽ ഇൻ്റലിപ്പാൻ വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ ലോ പിച്ച് ഹൈ പിച്ച് വോയിസിൻ്റെ എങ്ങനെ മോഡുലേഷൻ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ലൈവായിട്ട് കേൾക്കാൻ പറ്റും. എൻ്റെ വോയിസ് ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ചുകൂടിയൊക്കെ കുറച്ച് മോഡുലേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോ ബാൻഡിലോട്ട് പോയി കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വോയിസ് മോഡുലേഷൻ ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വോയിസിനും നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്കിനും അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് എപ്പോഴും പെർമനൻ്റായിട്ട് യൂസ് ചെയ്യരുത്. സെറ്റിങ്സ് നമ്മുടെ എപ്പോഴും ആംബിയൻറ്റിനനുസരിച്ച്, അത് നമ്മൾ ഈ പ്രസംഗത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് അറിയാം, അവർ ഓരോ തവണയും ഈ മൈക്ക് സംസാരിക്കുന്നതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ആംപ്ലിഫയർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് പോലെ ഇതിന് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാനിപ്പോൾ ഡിഫോൾട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഓഡിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ് വോയിസിനെ എത്രത്തോളം അത് ക്യാപ്ചർ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിലിപ്പോൾ ഡയറക്റ്റായിട്ട് കുറച്ച് വേരിയേഷൻസൊക്കെ ഇങ്ങനെ വരും. അപ്പം അത് ആണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് ഈ ഫേഡർ ഗെയിൻ ആണ്. ഈ ഫേഡർ ഗെയിൻ എന്ന് പറയുന്നത് സെയിം ആണ് ആംപ്ലിഫിക്കേഷൻ. നമ്മുടെ ഈ വോയിസ് എത്രത്തോളം ആംപ്ലിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ്. അതും നിങ്ങൾക്ക് ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ചെറിയ നോയ്സ് വരും, ഒരു കൂക്ക് കേൾക്കും, ഹമ്മിങ് നോയ്സ് എന്ന് പറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഫേഡർ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വോയിസ് സെറ്റ് ചെയ്ത് വയ്ക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ മൈക്കിൽ വോളിയം കൺട്രോൾ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് സെക്കൻഡ് ചാനലിനുള്ളതാണ്. പിന്നെ ഇവിടെ ബാസ്, മീഡിയം, ഹൈ എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം ഇത് ഈ വിർച്വൽ ഇൻപുട്ട് ടൂളിനുള്ളതാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വിൻഡോസിൽ പ്ലേ ചെയ്യുന്ന വീഡിയോസ് എന്താണോ അതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റിങ്സാണ്. പിന്നെ ഇവിടെ സെയിം തന്നെയാണ്. ഫേഡർ ഗെയിൻ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ കൂട്ടാം, നമ്മുടെ ഡെസിബിൾസ് കൂട്ടാം. അപ്പോൾ ഔട്ട്പുട്ട്, അതായത് ഇവിടെ ക്യാപ്ചർ ചെയ്യുന്ന എല്ലാ ചാനലിനും ഒരുമിച്ച് നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാം. അപ്പോൾ അത്രയും ഹൈ പിച്ചിൽ വോയിസ് വരും. പിന്നെ സെയിം മ്യൂട്ട്, മോണോ, കമ്പോസിറ്റ് ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാം. സ്റ്റീരിയോ റിപ്പീറ്റായിട്ട് ചാനൽ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെയുള്ള സമയം. പിന്നെ മിക്സ് ഡൗൺ, ഇതൊക്കെ നിങ്ങൾക്ക് സെയിം തന്നെയാണ്. വലിയ
1-2 തവണ ഇതിന് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ ഇനി അടുത്തത് ഒരു സംഭവം എന്ന് പറയുന്നത് മെനുവിലാണ്. ഇതിനകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റീസെറ്റ് സെറ്റിങ്സ്, റീഇൻസ്റ്റലേഷൻ, അതായത് നമുക്ക് ഓരോ തവണ ചെയ്യുമ്പോഴും ചില സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ റെക്കോർഡിങ് ഡിവൈസ് മാറുന്നതിനനുസരിച്ചും ഈ നോയ്സ് നിങ്ങൾ ഫാൻ ഇടുകയോ AC ഒക്കെ ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് നോയ്സ് ആയിട്ടുള്ള ഏരിയയിൽ താഴെ കുട്ടികൾ കളിക്കുകയോ പുറത്ത് കുട്ടികൾ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് തന്നെ ഡിഫോൾട്ട് ഇതിലോട്ട് പോകും. പിന്നെ ഇതിനകത്ത് കുറച്ച് കൺട്രോൾസ് തരുന്നുണ്ട്. ഇതിനകത്ത് ഗ്രാഫിക് ഈക്വലൈസർ ഉണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്കത് ഈക്വലൈസർ സെറ്റ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ബൈപ്പാസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഈക്വലൈസർ, ബാസ്, ട്രബിൾ, ഈ സംഭവങ്ങളൊക്കെ ഈക്വലൈസർ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ ലൈവ് റെക്കോർഡിങ്ങിന്. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ കൂടി ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതൊരു ഫ്രീ ആണ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ആ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിനകത്ത് എനിക്ക് ഡയറക്റ്റായിട്ട് ഈ വോയിസ് മീറ്റർ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിലും ഈ വോയിസ് മീറ്ററിൻ്റെ റെക്കോർഡിംഗ് ഇവിടെ നടക്കുന്നത് കാരണം ഈ ഫ്ലാഷ് ബാക്ക് എക്സ്പ്രസ് പിന്നീട് നമുക്ക് ഒരേ സമയം അത് ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നില്ല. അപ്പോൾ ആ വോയിസ് മീറ്ററിനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് മാത്രം എനിക്ക് ഓഡാസിറ്റി എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരു ഫ്രീ സൗണ്ട് സോഫ്റ്റ്വെയർ ആണ്, റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇത് വേണമെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അടുത്തൊരു തവണ വേണമെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാം, ഇത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത്. വളരെ നല്ലൊരു ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് എങ്ങനെ ഞാൻ സെറ്റ് ചെയ്തെന്ന് മാത്രം പറയാം. നിങ്ങളുടെ ഡിഫോൾട്ട് ഇൻപുട്ട് മൈക്രോഫോൺ MME തന്നെ സെലക്ട് ചെയ്യുക. ഇതിൽ ഈ മൈക്രോഫോണായിട്ട് വോയിസ് മീറ്റർ ഔട്ട്പുട്ട്, അതായത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഇവിടെ നമ്മുടെ മൈക്ക് റെക്കോർഡിങ് സെലക്ട് ചെയ്തിരിക്കുന്ന വോയിസ് മീറ്റർ ഔട്ട്പുട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഔട്ട്പുട്ടും ഇൻപുട്ടും അവിടെ എപ്പോഴും തിരിഞ്ഞു പോകരുത്. വോയിസ് മീറ്റർ ഔട്ട്പുട്ട് തന്നെയാണ് ഈ മൈക്രോഫോണിൽ സെലക്ട് ചെയ്യാനുള്ളത്. അതേസമയം പ്ലേ ബാക്ക് ഡിവൈസ് നമ്മുടെ സ്പീക്കറായിട്ട് സെലക്ട് ചെയ്യേണ്ടുന്നത് മൈക്രോസോഫ്റ്റ് സൗണ്ട് മാപ്പർ ഔട്ട്പുട്ടാണ് ഓഡാസിറ്റിയിൽ സെലക്ട് ചെയ്യാനുള്ളത്. നിങ്ങൾ ഈ വോയിസ് മീറ്റർ തന്നെ സെലക്ട് ചെയ്യാം. പക്ഷേ അപ്പോൾ വോയിസ് മീറ്റർ സെലക്ട് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലേ ബാക്ക് കൊടുക്കുമ്പം എറർ ഡിവൈസ് കാണിക്കും. അതേ ഉള്ള പ്രശ്നം. അപ്പോൾ ഇത് ഇത്രയും ചെക്ക് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഞാനിതെങ്ങനെ നിങ്ങളിപ്പോൾ റെക്കോർഡിങ്ങിന് ഇത് ഈ OBS സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയൽ എക്സ്ട്രാ ചെയ്യുന്നതായിരിക്കും. OBS സ്റ്റുഡിയോ എന്ന് പറയുന്നത് ലൈവ് റെക്കോർഡിങ്, ലൈവ് സ്ട്രീമിങ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനകത്ത് ഇത് ജസ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മാത്രം കാണിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ OBS സ്റ്റുഡിയോ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെന്നിട്ട് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൽ മൈക്ക് വോക്സ് വാല്യൂ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടിയിൽ പോവുക. ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യേണ്ടത് വോയിസ് മീറ്റർ ഔട്ട്പുട്ട് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ എടുക്കുക. ഇതേപോലെ പ്ലേ ബാക്ക് ഡിവൈസും അത് തന്നെ കൊടുക്കുക. പ്രോപ്പർട്ടീസിൽ പോവുക, വോയിസ് മീറ്റർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഈ വോയിസ് മീറ്റർ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഡയറക്റ്റായിട്ട് ഈ OBSലോട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പാനൽ സെലക്ട് ചെയ്ത് ഇതെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ട്യൂട്ടോറിയൽസ് പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത്, ഈ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വോയിസ് മീറ്ററൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത സംഭവം അല്ലെങ്കിൽ പുതിയ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ടൊന്നും വരത്തില്ല. അതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെറ്റിങ്സ് വോയിസ് മീറ്റർ ഈ സംഭവം ഓണായാൽ മാത്രമേ നമ്മുടെ ഈ സെറ്റിങ്സ് എല്ലാം വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഓപ്പൺ സൗണ്ട് സെറ്റിങ്സിൽ പോവുക. സൗണ്ട് കൺട്രോൾ പാനലിൽ പോയിട്ട് നമ്മുടെ പ്ലേ ബാക്ക് ഡിവൈസ് സെലക്ട് ചെയ്തിട്ട് സ്പീക്കർ തന്നെ സെറ്റ് ഡിഫോൾട്ട് ആക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ വോയിസ് മീറ്റർ ഓഫായിരിക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലേ ബാക്ക് സൗണ്ട് കിട്ടത്തുള്ളൂ. അതുപോലെ റെക്കോർഡിങ്ങും നിങ്ങൾ ഡിഫോൾട്ട് മൈക്രോഫോൺ ഏതാണ് അതിന് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ഡിഫോൾട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൈപ്പ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വോയിസ് മീറ്റർ ഓൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശബ്ദം കേൾക്കത്തില്ല, ശബ്ദം റെക്കോർഡ് ആവത്തില്ല. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ ഇത്രയുള്ള. അടുത്ത ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദവിവരമായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ CG മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.